മോനെ മോനെ എന്റെ മോനെ. അച്ഛ, ദൈവമാണ് അച്ഛാ ഡോക്ടറെ ഇങ്ങോട്ട് അയച്ചത്. മോളെ, നിന്നോട് അതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആലോചിച്ചിരുന്നതാ. എന്താണ് അച്ഛാ? ആ ചന്ദ്രൻ സാർ ടി വിയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ഡോക്ടറെ ഇങ്ങോട്ട് അയച്ചത്. ആ പണപ്പെട്ടി. അവൻ പിന്നെയും വന്നിട്ടുണ്ട്. നിന്നെ കൊണ്ടുപോകാനാ പറയുന്നത്. നീ സൂക്ഷിക്കണം. എന്തോ സൂക്ഷിക്കാനാണോ? എനിക്കും ബാക്കിയാ. അയാളെ കൂടെ തന്നെ എന്റെ മകളെ ഞാൻ അയക്കുന്നുള്ളൂ. അച്ഛാ, കണ്ടില്ലേ, രാധിക ഇഷ്ടമല്ല. അത് നീ അന്വേഷിക്കണ്ട. നീ നിന്നെ ഭ്രാന്ത് കൊണ്ട് ഇവിടുന്ന് പോകുന്നുണ്ടോ? രാധേ, നിന്നോട് പോകാനല്ലേ പറഞ്ഞത്. നീ പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. പോകാനോ എന്നോട്? അച്ഛൻ എന്തൊക്കെയായി കാണിക്കുന്നത്? ആ ചന്ദ്രൻ സാർ നല്ലവനാണ് മോളെ. പണം പിടിച്ച കൈകളെയല്ല, അത് ഉൾക്കൊള്ളുന്ന ഹൃദയത്തെയാണ് നാം മാനിക്കുന്നത്. ആ ചന്ദ്രൻ സാറിന്റെ ഹൃദയം നിറയെ സ്നേഹമാണ് മോളെ. അച്ഛാ, മോളെ, നീ അദ്ദേഹത്തിന്റെ കൂടെ പോണം. നിനക്കറിയാമോ ആ പണം മോഷ്ടിച്ചാരാന്ന്? നാണുകൂട്ടനാ, അല്ലാതെ മറ്റാരുമല്ല. നീ പറയുന്നല്ലോ പണക്കാരെ വിശ്വസിക്കാൻ വയ്യാന്ന്. പാവങ്ങളെ വിശ്വസിക്കാൻ വേണ്ടി. നാണുകൂട്ടനെ പറ്റി നീ എന്ത് പറയുന്നു? മോളെ, ഒരച്ഛന്റെ സ്നേഹത്തോടു കൂടി ഞാൻ പറയാം, ഇതൊരിക്കലും ഒരു തെറ്റാവില്ല. നീ അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ സമ്മതിക്കും മോളെ. ഇനിയും ടിവിയിൽ പണക്കാർ വരും. എന്റെ മോൾ അവരുടെ വരയിൽ വീഴത്ത്. ഒരു കാലത്തില്ല ചേച്ചി. എന്റെ ചേച്ചിയോട് ഞാൻ സത്യം ചെയ്യുന്നു. വയ്യ ചെയ്യണം, വയ്യ. എനിക്കതിന് കഴിയില്ല. മീന്റെ വായിക്കാത്തൊരു മോതിരം. ശകുന്തളേ, 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 ശകുന്തളേ. വേണ്ട 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 വേണ്ട. അന്ന് എന്നെ കണ്ടപ്പം എന്നെ അറിയാത്ത പോലെ നടിച്ചില്ലേ? എടീ ശകുന്തളപ്പന്നെ, നമ്മുടെ ബന്ധം ഞാൻ ശാകുന്തളാക്കിയായിരുന്നു. അന്ന് മോതിരം എടുത്തോണ്ട് പെട്ടെന്ന് വരാന്ന് പറഞ്ഞ് നീ പോയില്ലേ? ഉടനെ അമ്മച്ചി വന്ന് പറഞ്ഞു, എടാ കൃഷ്ണൻകുട്ടി കാറക്കണ, നമുക്ക് പോകാമെന്ന്. അങ്ങനെ അബദ്ധം പറ്റിയതല്ലേ? സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? സത്യം. എന്റെ ശകുന്തളയല്ലേ. ഞാൻ ഇത്തവണ എന്റെ ഹസ്തിനപുരമായ പത്തനാപുരത്തേക്ക് പോകുമ്പോൾ ഞാൻ നിന്നെ കൂടെ കൊണ്ടുപോകും. കണ്ണുമഹർഷിയുടെ അനുഗ്രഹവും അനുവാദവും നീ വാങ്ങിവെക്കുക. ആശ്രമത്തിലെ വന്യമൃഗങ്ങളോടും വനജോത്സനയോടും തോഴിമാരോടും നീ യാത്ര പറഞ്ഞ് തയ്യാറായിട്ടിരിക്കണം എന്റെ ശകുന്തളെ. പോ. ആര്യപുത്ര, ശകുന്തളെ, ശകുന്തളെ, പോ, പോ. ഞാൻ രാധയെ ഒന്ന് കാണട്ടെ. ഒരു കാര്യമില്ല സാർ, അവസാനത്തെ വാക്ക് അവളിപ്പോ പറഞ്ഞത്. ഞാൻ രാധയോട് യാത്ര ചോദിക്കാൻ വന്നതാണ്. അവൾ ആ മുറിയിലുണ്ട്. മോൻ കിടന്നോളൂ, സുഖമില്ലാത്തതല്ലേ? എനിക്ക് സുഖമായി സാറേ. എന്നാലും കിടന്നോ. അല്പം ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് ആ പണം ഞാൻ നിനക്ക് കൊടുത്തയച്ചത്. അങ്ങനെ ചെയ്താൽ
നിന്റെ മനസ്സ് മാറുമെന്നും നിന്നെ എനിക്ക് കിട്ടുമെന്നും ഞാൻ വ്യാമോഹിച്ചു. അത് തെറ്റായിപ്പോയെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. എന്നോട് ക്ഷമിച്ചു. ഞാൻ പോകുന്നു. ഇനി ഒരിക്കലും ഞാൻ ഇതുവഴി വരില്ല. രാധേ, ആ പണം നിനക്കൊരു ഭാരമാണെന്ന് ഞാൻ അറിഞ്ഞു. അതിവിടെ വെച്ച് സൂക്ഷിച്ച് നീ വിഷമിക്കണമെന്നില്ല. അതിന് തിരിച്ചു തന്നേക്കും. സാർ, ആ നാണക്കുട്ടനാണെന്ന് തോന്നുന്നു ആ പണപ്പെട്ടി കട്ടുകൊണ്ടുപോയി. തിരിച്ചു കിട്ടിയാൽ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചേക്കാം. സാറ് മറ്റൊന്നും വിചാരിക്കരുത്. പോവാണോ? ഇനി വരില്ലേ? ഞാനാണ് കണ്ടുപിടിച്ചു. എന്റെ മുതലാളികളാണ് ഞാൻ അനുവാദം വായിച്ചു വെച്ചിരിക്കുന്നത്. എന്നെ കണ്ടുപിടിച്ചിരുന്നു വിളിക്കാതെ. ഞാൻ ശകുന്തളയുടെ പ്രേമത്തിലാണ്. ഞാൻ അവളെ കല്യാണം കഴിച്ചോളാം. അവളെ പ്രേമിക്കാനും കല്യാണം കഴിക്കാനും വേറെ ഇവിടെ ആളുകളുണ്ട്. എടാ പത്മനാഭ, അവള് പോയി നന്നായിട്ട് ജീവിച്ചോട്ടടാ. ചേട്ടൻ ഉണ്ടായിരിക്കണം. ഇവിടെ ഞാൻ ആരുടെയും കൂടെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെ പെങ്ങളെ വിറ്റ് ജീവിക്കാൻ നിനക്ക് നാണമില്ലല്ലോ. വേറെ ആരുടെയും പെങ്ങളെ വിറ്റ് ഞാൻ ജീവിക്കുന്നില്ലല്ലോ. പത്മനാഭൻ എന്നല്ലേ പേര്? അതെ. പത്മനാഭ, നിന്റെ പെങ്ങളെ ഇങ്ങനെ കഷണം കഷണമായി വിറ്റ് നീ ജീവിക്കണ്ട. അവളുടെ ജീവിതത്തിന് ഒരുമിച്ച് വില പറഞ്ഞു. ഞാൻ തരാം. വിലപേശാൻ നിൽക്കില്ല. എന്ത് വില വേണം പറയൂ. മിഴിച്ചു നിൽക്കാതെ പറയാൻ. 500 രൂപ തരണം. ചേട്ടാ, ചേട്ടാ, നിങ്ങൾ എന്നെ വിൽക്കുന്നു. ഇതിലും നല്ലത് എന്നെ കൊല്ലുകയായിരുന്നു ചേട്ടാ. അല്ല, പണം കൊടുക്കുകയാണെങ്കിൽ എഴുതി വാങ്ങിച്ചോണം. അല്ലെങ്കിൽ അവൻ അവിടെ വന്ന് വഴക്കുണ്ടാക്കും. ഇതാ. എടാ, കണ്ടോ, നിനക്ക് വേദനിക്കുമ്പോൾ നിന്റെ കൂടെ വേദനിക്കാൻ ഈ ലോകത്ത് ഒരേ ഒരാളേ ഉള്ളൂ. നിന്റെ ഈ നിൽക്കുന്ന പെങ്ങൾ. ഈ സ്നേഹത്തിനാണോടാ നീ 500 രൂപ വില പറഞ്ഞത്? ഒരിക്കലും മനുഷ്യനെ വില കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ലടാ. ഇതാ, എടുത്തോളൂ. വേണ്ട സാർ, വേണ്ട. അനിയത്തി, നീ പോകൂ. സമാധാനമായിട്ട് പോകും. കൃഷ്ണൻകുട്ടി, ഞാൻ എന്റെ അനിയത്തിയെ നേൽപ്പിക്കുകയാണ്. ചേട്ടാ, സാറ് പോകാൻ വരട്ടെ. കൊണ്ടുപോകൂ സാറേ എന്റെ മകളെ കൂടി. എനിക്ക് 2 പെൺമക്കളായിരുന്നു. രണ്ടിനെയും പണക്കാരെന്ന് പറഞ്ഞ ദുഷ്ടന്മാർ നശിപ്പിച്ചു. ഒന്ന് ചത്തു, മറ്റൊന്ന് ചത്തുകൊണ്ട് ജീവിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ സാറേ. ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ സാറേ. എന്റെ മകളെയും കൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യും? നീ വേഗം പോയി കൃഷ്ണൻകുട്ടിയോടെ പോകാൻ ഒരുങ്ങി വരൂ. ചെല്ലേ.